സനാതന മതക്കാരുടെ കണ്ണിൽപ്പെടാത്തൊരു വിഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ. അവർക്കായി പള്ളിക്കൂടം പണിതതും ആശുപത്രി കെട്ടിയതും ഈ നാട്ടിലെ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈ നാട്ടിലെ ന്യൂനപക്ഷ മതങ്ങളായിരുന്നു. പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഒരു കാലത്തും ഉയരാൻ പാടില്ലെന്ന സംഘപരിവാറിൻ്റെ ചിന്തയാണ് ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുള്ള നിരന്തരമായ സംഘപരിവാർ ആക്രമണത്തിന് കാരണം. ഈ വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് വിശദമായി പരിശോധിക്കും. ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ്. കോൺഗ്രസിൻ്റെ നേതാവും തിരുവനന്തപുരത്തെ കേസിൽ തട്ടിപ്പ് കേസിലെ പ്രതിയുമായിട്ടുള്ള മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത്. അദ്ദേഹം നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ഒളിവിലായിരുന്നു. ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, ഈ കേസ് വന്നതിന് പിന്നാലെ ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒളിവിലാണ്. ഇയാൾക്കെതിരെ പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചു, തെരച്ചിൽ ആരംഭിച്ചു. ഇതിന് പിന്നാലെ ബംഗളൂരുവിൽ വെച്ചാണ് ഇന്ന് രാവിലെ ഈ DCC അംഗമായിട്ടുള്ള ഈ മണികണ്ഠൻ എന്നയാളെ, അതായത് DCC കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും DCC അംഗവുമായിട്ടുള്ള അനന്തപുരി മണികണ്ഠൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ മുഖ്യ പ്രതിയാണ്, ഈ കേസിലെ മുഖ്യ പ്രതിയാണ് ഇയാൾ. ഈ ഡോറ എന്ന പേരുള്ള ഒരു പ്രവാസിയായ ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ സ്ഥലം, അതായത് ഏതാണ്ട് 1.5 കോടി വില വരുന്ന സ്ഥലം, ഈ ജവഹർ നഗറിലുള്ള സ്ഥലം കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തി അത് കൈക്കലാക്കി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഇതിലാദ്യം ഈ കൊല്ലം സ്വദേശിനിയായ ഒരു മെറിൻ ജേക്കബ് എന്ന ഒരു യുവതിയും അതോടൊപ്പം വസന്ത എന്ന് പറയുന്ന യുവതി സ്ത്രീയും രണ്ടുപേരും ചേർന്നാണ് ഇതിൽ തട്ടിപ്പ് ആദ്യമായി നടത്തിയിട്ടുള്ളത്. അതിൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോഴാണ് ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായി നിന്ന ആൾ കോൺഗ്രസിൻ്റെ DCC അംഗമായിട്ടുള്ള ഈ അനന്തപുരി മണികണ്ഠൻ എന്നയാളാണ് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. ഇതിന് ശേഷമാണ് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാൾ ഒളിവിലായിരുന്നു. ഇന്ന് രാവിലെ ബംഗളൂരുവിൽ വെച്ച് മ്യൂസിയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളെ സ്റ്റേഷനിൽ എത്തിക്കും, അതായത് തിരുവനന്തപുരത്തെ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇയാളെ പിടികൂടുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇയാളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനായുള്ള ചോദ്യം ചെയ്യലാണ് ഇനി പ്രധാനമായും പോലീസ് നടത്തുക. ഒരുപക്ഷെ നാളെ വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക. ഷമി. കമലേഷ്, ഈ അമേരിക്കയിലുള്ള സ്ത്രീയുടെ ഒരു വീട് ഇവിടെ ഉണ്ട് എന്ന് ഇവർ കണ്ടെത്തുകയാണ്. അതിനുശേഷം ഈ സ്ത്രീയോട് സാമ്യമുള്ള മറ്റ് ഒരാളെ കണ്ടെത്തുന്നു. അതിനുശേഷം ഈ എല്ലാ ഡോക്യുമെൻസും വ്യാജമായി നിർമ്മിക്കുകയാണ്. എത്രമാത്രം വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന ആളാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവ്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കളുമായും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളുമായും ഒക്കെ വലിയ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും വലിയൊരു തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഷമി, തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവാസിയായ ഡോറ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവിടെ ജവഹർ നഗറിൽ ഇത്രയേറെ വസ്തുവുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കുകയും വളരെ ആസൂത്രിതമായി ഒരു ക്രൈം നടത്തുകയും ചെയ്യുകയാണ്, അതൊരു തട്ടിപ്പ് നടത്തുകയും ചെയ്യുകയാണ്. ആദ്യമായി ഈ ഡോറയുമായി രൂപസാദൃശ്യമുള്ള ഒരു വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു. ഈ മെറിൻ ജേക്കബ് എന്ന് പറഞ്ഞ ആളിൻ്റെ സഹായത്തോടു കൂടി, അവരുടെ കൊച്ചുമകളാണ് മെറിൻ ജേക്കബ് എന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ഡോറ എന്ന് പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞാണ് ഈ വസ്തുവൊക്കെ ഇവരുടെ പേരിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ആ നിലയിൽ വളരെ ആസൂത്രിതമായി ഇതെല്ലാം ചെയ്യാൻ ഇതിനായി ഇവരുടെ പേരിൽ ചില വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും ആസൂത്രണം നടത്തിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ DCC അംഗമായിട്ടുള്ള അനന്തപുരി മണികണ്ഠൻ എന്നയാളാണ് എന്ന് പോലീസിന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു. പിന്നീടാണ് ഇയാളാണ് യഥാർത്ഥ പ്രതി എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഇയാളെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഏതായാലും ഇയാളെ സംബന്ധിച്ച് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല, വളരെ ഉന്നതമായ ബന്ധങ്ങളുള്ള കോൺഗ്രസ് നേതാവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ടും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. അതിനൊപ്പം ഒരുപക്ഷെ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു തട്ടിപ്പാണിത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ VS ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് രാഷ്ട്രീയകാര്യ സമിതി അംഗവും അതുപോലെ മുൻ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള VS ശിവകുമാർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയാണ് ഈ മണികണ്ഠൻ എന്നുള്ളതാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ നിലയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഈ തട്ടിപ്പുകൾക്കാകെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹായിയും ഒക്കെയാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ തട്ടിപ്പുകൾ പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നിലയിൽ വലിയ തട്ടിപ്പ്, അത് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആളുകളിൽ നിന്ന് പൈസ പിരിച്ച് അത് മുക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ നിലയിലുള്ള എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച പരാതികൾ വരുന്നുണ്ട്. മറ്റ് പലതരത്തിലും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടുള്ള തട്ടിപ്പുകളുടെ കഥകൾ വരുന്നു. അതോടൊപ്പമാണ് ഇവിടെ ജവഹർ നഗറിലും 1.5 കോടി വില വരുന്ന അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു വസ്തു ഒരാളെ ആൾമാറാട്ടം നടത്തി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഒരാളെ പറ്റിച്ചുകൊണ്ട് അത് കൈക്കലാക്കുന്ന ഒരു നില ഉണ്ടായിട്ടുള്ളത്. ആ കോൺഗ്രസിൻ്റെ DCC അംഗമാണ് ഇപ്പോൾ കയ്യോടെ പിടികൂടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷമി, കമലേഷ്, ഈ ഒരു വിഷയത്തിലൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു സമീപനം അതുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോകേണ്ടതല്ലേ? ഒന്ന് ആലോചിക്കുക, ഒരു DCC അംഗം, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാവുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുകൂടിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മറ്റ് ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ ഒരു നേതാവായിരുന്നുവെങ്കിൽ ഇവരേത് രീതിയിൽ അത് ആഘോഷിക്കും എന്നുള്ളത്. ഇത്രമാത്രം വലിയൊരു തട്ടിപ്പ്, ഒരു സ്ത്രീയുടെ പേരിലുള്ള വസ്തു അവർ പോലും അറിയാതെ അത് മറ്റൊരാളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് മുഴുവൻ വ്യാജരേഖകൾ ഉപയോഗിച്ച്. അത്രമാത്രം വലിയൊരു തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിന്നുകൊണ്ട് പോകുന്നത്. കമലേഷ്, ഷമി, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ ഈ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു സാധാരണ CPM-ൻ്റെ പ്രവർത്തകൻ ഈ സാധനങ്ങൾ, അതായത് ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന ഓട്ടോയ്ക്ക് കൊടുക്കാൻ 50 രൂപ തികയാത്തത് കൊണ്ട് ആ ക്യാമ്പിലുള്ള ആളുകളിൽ നിന്ന് 10 രൂപയും 15 രൂപയും വാങ്ങിയത് എത്ര വലിയ അഴിമതിയായിട്ടാണ് അല്ലെങ്കിൽ പണപ്പിരിവായിട്ടാണോ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്, അയാളെ എത്ര കാലം വേട്ടയാടി എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് 1.5 കോടി രൂപ ഒരു കൂസലുമില്ലാതെ തട്ടിയെടുത്തിട്ട് ഈ നിലയിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടക്കുന്നത്. അതൊന്നും ആർക്കും ഒരു വിഷയമോ വാർത്തയോ അല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ കാണേണ്ടത് കോൺഗ്രസ്സുകാർക്ക് അതാവാം എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ അഴിമതി നടത്തുന്നതിൽ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്നതിൽ പുതുമയില്ല, അത് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന നിലയിൽ ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണോ മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ആ നിലയിലുള്ള ഒരു ഇടപെടൽ, ഒരു ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കാനുള്ളൊരു മനസ്സ് പൊതുവെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഏതായാലും വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഇത് എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഈ കേസിൽ ഇയാൾ പ്രതി ചേർക്കപ്പെട്ട ഘട്ടത്തിലോ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കമലേഷ്, തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് കോൺഗ്രസുമായും അതുപോലെ തന്നെ UDF-ഉമായും ബന്ധപ്പെട്ട് നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത്. ഈ കാര്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായമായ അവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതൃത്വം. പക്ഷേ പോലീസിന് ഈ കാര്യത്തിൽ നിശബ്ദമായിരിക്കാൻ കഴിയില്ല. കൃത്യമായ നടപടി ഉണ്ടാകുന്നുണ്ട്. മണികണ്ഠനെ പോലീസ് ഇന്ന് ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള LDF സംഘം ഛത്തീസ്ഗഡിലെത്തി. കെ രാധാകൃഷ്ണൻ MP, AA റഹീം MP, ജോസ് കെ മാണി, ആനി രാജ, PP സുനീർ എന്നിവർ സംഘത്തിലുണ്ട്. കന്യാസ്ത്രീകളെ സംഘം സന്ദർശിക്കും. ഇപ്പോൾ സിബി ചേരുകയാണ്. സംഘത്തിനോടൊപ്പം സിബിയുമുണ്ട്. സിബി, എവിടെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, ഇപ്പോൾ LDF സംഘം റായ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ജയിലിലേക്ക്, കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിലേക്ക് പോവുകയാണ്.
ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ റായ്പൂർ വിമാനത്താവളത്തിൽ LDFന്റെ സംഘം ഇറങ്ങിയത്. ഇതിൽ ബൃന്ദ കരാട്ട്, കെ രാധാകൃഷ്ണൻ MP, AR റഹീം, ജോസ് കെ മാണി, ആനി രാജ, PP സുനീർ MP അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട്. ഇതിൽ പ്രധാനമായും കന്യാസ്ത്രീയെ നേരിട്ട് ജയിലിൽ സന്ദർശിക്കുകയും അവരോടുമായി സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും കാണുവാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്ര ശ്രമം കൂടി നടത്തുന്നുണ്ട്. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് തന്നെ കന്യാസ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുക എന്ന രീതിയിലേക്ക് കൂടി ഇപ്പോൾ MP മാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റായ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇടത് MP മാർ അടക്കം അടിയന്തര പ്രമേയ നോട്ടീസ്, ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആ അടിയന്തര പ്രമേയത്തിന് അനുമതി ഈ ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ നിഷേധിക്കുകയായിരുന്നു. ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ MPയും മറ്റ് UDFന്റെ MP മാരെല്ലാം തന്നെയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ ഇടതുപക്ഷ MP മാരായ AR റഹീമും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം തന്നെ സന്തോഷ് കുമാർ അടക്കമുള്ള V ശിവദാസൻ അടക്കമുള്ള എല്ലാ MP മാരും അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നലെയും ഇന്നും നൽകിയിരുന്നു. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാനുണ്ടായത്. ഇപ്പോൾ എന്റെ ഒപ്പം കെ രാധാകൃഷ്ണൻ MP കൂടി ചേരുകയാണ്. നമസ്കാരം, രാധാകൃഷ്ണനാണ്. നമസ്കാരം. തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിടുത്തെ ഈ പറയുന്ന വിഷയത്തിൽ ഇടപെടാൻ വളരെ താല്പര്യത്തോടു കൂടി തന്നെ MP മാരും അടക്കമുള്ള നേതാക്കൾ റായ്പൂരിൽ എത്തിയിരിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം BJPയും അതുപോലെ തന്നെ സംഘപരിവാറും ന്യൂനപക്ഷങ്ങളോടെടുക്കുന്ന സമീപനം ഒറീസയിൽ നമ്മൾ കണ്ടതാണ്. BJP സർക്കാർ ഒറീസയിൽ എത്തിയതിനു ശേഷം അവിടെ വലിയ തോതിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. മഹാരാഷ്ട്രയിൽ അവരൊരു പുതിയ നിയമം തന്നെ കൊണ്ടുവരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അവിടെ ഈ പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം വളരെ കാലമായി തന്നെ തുടരുന്നതാണ്. അതായത് ഈ ട്രൈബൽ വിഭാഗങ്ങൾ, ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഉള്ള മേഖല, അത് അവിടേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന മിഷണറിമാർ പോകാൻ പാടില്ല. കാരണം അവരുടെ ആ ഒരു അവസ്ഥ അവരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച് അവർക്ക് ആശുപത്രിയും പള്ളിക്കൂടങ്ങളും കെട്ടിക്കൊടുത്ത് അവരേതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഈ പറയുന്ന ജാതി ശ്രേണിക്ക് പുറത്തു നിൽക്കുന്ന മനുഷ്യർ ഉയർന്നു വരും എന്നൊരു ചിന്ത വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു സംഘപരിവാറിനെ. LDF സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ MP, AR റഹീം MP, ജോസ് കെ മാണി, ആനി രാജ, PP സുനീർ അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട്. ഇപ്പോൾ സിബിയും അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അക്രമങ്ങളുമാണ് ചേരുന്നത്. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP ചേരുകയാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ MP, എങ്ങനെയാണ് അവിടുത്തെ നിങ്ങളുടെ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ? ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ MP മാരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഒരു സംഘം സിസ്റ്റർമാർ കിടക്കുന്ന ജയിലിലേക്കുള്ള യാത്രയിലാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്താമെന്നാണ് കരുതുന്നത്. നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോൾ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ നല്ലപോലെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ, മറ്റ് പാവപ്പെട്ട ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഭരണഘടന നൽകുന്ന ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും അവരുടെ മനുഷ്യാവകാശവും അതുപോലെ തന്നെ മതവിശ്വാസവും അല്ലെങ്കിൽ മറ്റു വിശ്വാസ പ്രമാണങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഭരണഘടനയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് 2 കന്യാസ്ത്രീകളെ 3 ദിവസം മുമ്പാണ് അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവരെ
മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ജാമ്യം പോലും ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ വെച്ചുകൊണ്ടാണ് അവരെ ജയിലിലടച്ചിരിക്കുന്നത്. അതിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്താകെ ഉയർന്നു വരേണ്ടത്. അത് ഉയർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വലിയ ശക്തി അല്ലെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഷേധം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്തെ ഓരോ മനുഷ്യനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇടതുപക്ഷ MP-മാർ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള, അതുപോലെ ജോസ് കെ മാണി, അതുപോലെ AR റഹീം, അതുപോലെ സുനീർ ഉൾപ്പെടെയുള്ള MP-മാരും CPM-ൻ്റെ നേതാവായിട്ടുള്ള ബൃന്ദ കാരാട്ടും CPI-യുടെ നേതാവായിട്ടുള്ള ആനി രാജയും ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഛത്തീസ്ഗഡിൽ വരാനും അതുപോലെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ സന്ദർശിക്കാനും തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അടക്കം കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുക. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളും എല്ലാം തന്നെ ഇത്തരം ഹീനകൃത്യങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഉയർത്തിയെടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അത് പിന്നീട് നമുക്കും നീതി നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരേണ്ടതാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരായിട്ടുള്ള പ്രതികരണം ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ശ്രീ രാധാകൃഷ്ണൻ, നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ മതപരമായ വശം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ സാമൂഹികമായ വശം, എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് പലതരത്തിൽ ഈ പറയുന്ന മിഷണറിമാരുടെ സഹായം വേണ്ടി വരുന്നത്? അതായത് ഈ സനാതന മതക്കാരുടെ കണ്ണിൽ ഇവർ പെട്ടിട്ടില്ല, ഇവർ ഒരിക്കലും ഇവർക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല, അവർക്ക് സ്കൂളുകളില്ല, അവർക്ക് ആശുപത്രികളില്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസമില്ല, ജീവിത സാഹചര്യമില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൈപിടിക്കാനായി എത്തുന്ന ഈ മനുഷ്യർ, ഇവർ കന്യാസ്ത്രീകളായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അവരുടെ കൂടെ ഈ മനുഷ്യർ, ഈ സാധു മനുഷ്യർ, ഈ ട്രൈബൽ വിഭാഗങ്ങൾ അവർ നിൽക്കും. അത് കാണാതെ ഇതിൻ്റെ മതപരമായ വശം മാത്രം കാണുന്നു എന്നുള്ളതാണ് സംഘപരിവാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനം. അതിലെ സംഘപരിവാറിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവില്ലാത്ത ആളുകളായി ജീവിക്കണമെന്നാണ് അവർ താല്പര്യപ്പെടുന്നത്. അക്ഷരവും അറിവും കൊടുക്കുകയും അവരെ ജീവിതത്തിൽ ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരും അടിമകളായി കിടക്കണം, എങ്കിൽ മാത്രമാണ് അവരുടെ ചാതുർവർണ്ണ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പം മനുഷ്യനെല്ലാം വിമോചനത്തിലെ മാർഗത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കും. അവരുടെ താല്പര്യം നമ്മളിപ്പോൾ പോകണല്ലോ. ഇപ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെല്ലാം പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് ധർമ്മസ്ഥലയാക്കി മാറ്റണമെന്നാണ്. അതുപോലെ തന്നെയാണ് മഹാഭൂരിപക്ഷം അക്ഷരവും അറിവും ഇല്ലാതായി തീരണം. നമ്മുടെ രാജ്യത്തെ 4/1 വരുന്ന പോപ്പുലേഷൻ്റെ 4/1 വരുന്നവരാണ് ദളിതുകൾ, ആദിവാസികൾ. ആ ആദിവാസികളും ദളിതുകളും ഒരിക്കലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ പാടില്ല. അവർ വേണമെങ്കിൽ പറയാറുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അത് ഒരു ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട മഗതിയല്ലേ എന്ന്. അത് പേരിന് വേണ്ടി മാത്രമാണ്. മഹാഭൂരിപക്ഷത്തെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അവർ ഉയർന്നു വരുന്നതിന് തടസ്സം തന്നെയാണ് ഈ വിഭാഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റവും ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. മനുഷ്യനെ തെറ്റായ വിധത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ശരിയായ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആരുപയോഗിച്ചാലും അതിനെതിരായിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിയണം. നല്ലൊരു സമൂഹം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ നല്ല സമൂഹം ഉണ്ടാക്കുക എന്നുള്ളതല്ല സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത്
പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ കേരളത്തിലെ തന്നെ ഈ ജീവിത സാഹചര്യം ഈ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ അവർ നേരിട്ടിരുന്ന ഇപ്പോൾ പഞ്ചമിയുടെ കാര്യം, അയ്യങ്കാളി ഊരുട്ട അമ്പലം വെങ്ങാനൂർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ സ്കൂൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ക്രിസ്ത്യൻ മിഷനറിമാർ വിദ്യാലയങ്ങൾ ആരംഭിച്ച് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസത്തിന് ഉള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സനാതനധർമ്മത്തിൻ്റെ ആൾക്കാർ എല്ലാ കാലത്തും പിന്നോക്കക്കാരെ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളെ ആട്ടിയകറ്റുകയും അവരെ ചവിട്ടി നിലത്തിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വടക്കേ ഇന്ത്യയിൽ സംബന്ധിച്ച് അപ്പോൾ എന്തായിരിക്കും സാഹചര്യം? ഇന്നും ബീഹാറിലും യു പിയിലും ഗ്രാമങ്ങളിലേക്ക് പോയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. യെസ്, അത് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ 11 വർഷക്കാലത്തെ BJPയുടെ കേന്ദ്രഭരണം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് വയ്ക്കുന്നത്. മതരാഷ്ട്രമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും മതരാഷ്ട്രവാദികളുടെ പുറകെ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എങ്ങനെയായിരിക്കണം? അത് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. ആ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവും ഇല്ലാത്തവരാണ്. മഹാഭൂരിപക്ഷവും പട്ടിണി കിടക്കുന്നവരാണ്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവരാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, അക്ഷരവും അറിവും കൊടുത്ത് അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അക്ഷരവും അറിവും കൊടുക്കാതെ അവരെ വളരെ പുറകോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ഇത് തമ്മിലുള്ള മത്സരങ്ങളാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കേരളത്തിൽ അത്തരം ഏറ്റുമുട്ടൽ നിരവധി നടന്നതിന് ശേഷമാണ് മഹാഭൂരിപക്ഷ ആളുകൾക്കും അക്ഷരം പഠിക്കാനും അറിവ് നേടാനും തൊഴിൽ നേടാനും മാന്യമായി ജീവിക്കാനുള്ള അവസരമുണ്ടായത്. മനുഷ്യനായി കാണാൻ വേണ്ടി പോലും തയ്യാറാകാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രം ഉടുക്കാനുള്ള അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള നല്ല പാർപ്പിടം ഉണ്ടാക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം എതിരായിക്കൊണ്ട് വലിയ പോരാട്ടം നടത്തിയാണ് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. കേരളത്തിലെ ഇന്നുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരു കാലത്ത് ചിന്തിക്കാൻ പറ്റാത്തത്ര പുറകിലായിരുന്നു. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത. എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കുകയാണ്. അവിടെ ജാതിക്കും മതത്തിനും മറ്റെല്ലാത്തിനും അതീതമായിക്കൊണ്ട് മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മാതൃകയാണ്. ആ മാതൃക തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമവും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി പാവപ്പെട്ടവർക്കെല്ലാം സമൂഹത്തിൽ തുല്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് മാതൃകയാക്കേണ്ടത്. ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ പറയുമ്പോൾ വേണ്ടത്ര മനസ്സിലാക്കാത്ത ആളുകൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും പഠിച്ച് ഇടതുപക്ഷ മതേതര ശക്തികളാണ് ശരിയായ രീതിയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവർ എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടികളാണ് രാജ്യത്തെമ്പാടും നടക്കുന്നത്. നമ്മളിപ്പോൾ ആസാമിൽ കാണുകയാണ്, ഏതാണ്ട് 4000 കുടുംബങ്ങളെയാണ് ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ച് അവരുടെ വീടുകൾ തകർത്ത് അവരെ വഴിയാധാരമാക്കി വിടുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ചും അവർക്ക് ആത്മവിശ്വാസം ഇല്ലാതാക്കി രണ്ടാം കിട പൗരന്മാരാണെന്ന് അവരുടെ മനസ്സിലേക്ക് തന്നെ ഒരു ബോധ്യം കുത്തിവെക്കുക, അങ്ങനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുക. ഇപ്പോൾ ഗുജറാത്തിൽ 2002 കലാപത്തിന് ശേഷം അവർ പയറ്റിയ തന്ത്രമാണത്. ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ആ കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുത്തി അവരുടെ വരുതിയിലാക്കി. രാജ്യത്താകമാനം ആ തന്ത്രം പയറ്റാനാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, അത് തന്നെയാണ് മുസ്ലിം വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരികയുണ്ടായല്ലോ. ആ മുസ്ലിം വഖഫ് ഭേദഗതി കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയുണ്ടായി. ആ ഭേദഗതിയിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഓരോ വിഭാഗങ്ങളെയും തങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്തുക എന്നുള്ളതാണ്. അത് പല രീതിയിൽ അവർ ചെയ്യുകയാണ്. നിയമനിർമ്മാണത്തിലൂടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞല്ലോ ബുൾഡോസർ നയത്തിലൂടെയൊക്കെ തന്നെ മനുഷ്യനെ ഭീതിയിലേക്ക് എത്തിക്കുക. അതാണ് ഗുജറാത്തിൽ ചെയ്തത്. ഗുജറാത്തിലെ പാവപ്പെട്ട മുസൽമാന്മാരെ എല്ലാം കൊന്നൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് മറ്റു മേഖലയിലേക്ക് കിടക്കും. അത് ദളിതുകളുടെ, ആദിവാസികളുടെ,
മതന്യൂനപക്ഷങ്ങളിലെ എല്ലാ കാര്യത്തിലും അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ നിലപാട് മറച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ആളുകളിലെയും താല്പര്യം സംരക്ഷിക്കാനാണ്. ഒരിക്കലും ആ താല്പര്യം സംരക്ഷിക്കുകയല്ല എന്ന് അവർ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകളെയെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ മുദ്രകുത്തി അവരെ എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തെ ആട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമം. അതാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത്. അവിടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭൂരിപക്ഷം ആളുകളെയും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക, അത് പ്രത്യേക നാമധാരികളെ മുഴുവൻ തന്നെ നീക്കം ചെയ്യുക, ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. ജനാധിപത്യത്തിനൊന്നും യാതൊരു വില കൽപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം, അത് മനുഷ്യനല്ലേ. ഇവർ രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. മനുഷ്യ സ്നേഹമില്ലാത്ത രാജ്യസ്നേഹം എന്തിനു വേണ്ടിയാണ്? മനുഷ്യരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. സങ്കുചിതമായ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതെല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും. അത് പെഹൽഗാമിലെ അടുത്ത കാലത്തുണ്ടായ ഭീകരാക്രമണവും അതിനെ തുടർന്ന് നടന്ന തിരിച്ചടിയുമെല്ലാം തന്നെ അതിനെയെല്ലാം തന്നെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ജനങ്ങളെ സ്നേഹിക്കാതെ രാജ്യത്തെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? ജനങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് അവിടെ നിന്ന് കാണുന്നില്ല. നന്ദി ശ്രീ കെ രാധാകൃഷ്ണൻ MP. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള LDF സംഘം ഛത്തീസ്ഗഡിലെത്തി. ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, നിങ്ങൾ യാത്രയിലാണ്. എപ്പോഴാണ് ഈ കന്യാസ്ത്രീകളെ കാണാൻ കഴിയുക? അതിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. ഈ ജയിൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കരുതുന്നത്. 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. എന്തായാലും ഇതിൽ ഈ LDF സംഘം പ്രധാനമായും അവിടെ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ നേരിട്ട് കാണുക, അവർക്ക് വേണ്ട സഹായങ്ങൾ, നിയമസഹായം അടക്കമെല്ലാ നിലയും വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഏത് രീതിക്കാണ് അവർക്ക് സഹായം വേണ്ടത് ആ രീതിക്ക് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുക, അവർക്ക് വേണ്ട സഹായവും പിന്തുണയും ആശ്വാസം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് LDF സംഘം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ കാണുവാനുള്ള അനുമതി അടക്കമെല്ലാം തന്നെയും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്തായാലും അതിനുശേഷം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടുകൊണ്ട് കന്യാസ്ത്രീകളുടെ ഈ വിഷയത്തിൽ അവരുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടും എല്ലാം തന്നെ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് തന്നെയാണ് MPമാരുടെയും അതോടൊപ്പം തന്നെ ഈ നേതാക്കളുടെയും ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഛത്തീസ്ഗഡിലേക്ക് ഇവർ നേരിട്ട് വരാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും. അവിടെ എത്തിയ ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. എന്തായാലും ഇവിടെ ജയിൽ അധികൃതർ അവരുടെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവിടെയുള്ള CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ജയിലിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് നേരിട്ട് കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സിബിയാണ് റായ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ബൃന്ദ കാരാട്ടിൻ്റെ വാക്കുകളിലേക്ക്. पुलिस के संरक्षण में उसके ऊपर केस लगा है या नहीं लगा? क्यों नहीं लगा? लांस को आज गिरफ्तार करके रखा है. अभी हमारे बीच हमारे केरल के मेंबर्स ऑफ पार्लियामेंट आए हैं. ये बहुत हमारे सीनियर साथी हैं. जोस के मनी हैं, ये रहीम साहब हैं, ये राधा कृष्ण जी हैं, ये सुनील जी हैं और मेरे साथ मेरी बहन एनी राजा है. हम लोग यहाँ आए हैं. कल हमने मुख्यमंत्री से भी अपॉइंटमेंट लेने का हमने रिक्वेस्ट की है. ये धर्म परिवर्तन का सवाल नहीं है. ये आदिवासी को नौकरी देने के लिए आगरा लेकर जा रहे थे. उनकी मर्जी के मुताबिक, उनकी पेरेंट्स की इजाज़त के मुताबिक. इसमें कोई धर्म परिवर्तन का सवाल है ही नहीं. ये तो BJP RSS का हिंदुत्व का एजेंडा है जो इसको बना रहे हैं. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ ചേരുകയാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അത്യന്തം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി പറഞ്ഞിരുന്നു, നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരുടെ വീടുകൾ ഇടിച്ചു പൊളിക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും അസാമിൽ ഏതാണ്ട് 4000 കുടുംബങ്ങളിലെ വീടുകളാണ് കഴിഞ്ഞ ഏതാണ്ട് 1 മാസം കൊണ്ട് അവർ ഇടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞത്. അതുപോലെ തന്നെ ഒറീസയിൽ BJD മാറി അവിടെ BJPയുടെ സർക്കാർ വന്നതിന് ശേഷം ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുള്ള അതിക്രമം അതിഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ
ഇപ്പോൾ ദാ ഛത്തീസ്ഗഡിൽ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ BJPയുടെ ഔദാര്യത്തിൽ ഇനി അവർ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ രൂപപ്പെടാൻ പോകുന്നത്? ശ്രീ ജയചന്ദ്രൻ. ഷമ്മി, അത് പറയുമ്പോൾ മറ്റു ചില അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് റിയാലിറ്റീസ് കൂടെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതുണ്ട്. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അഥവാ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ വന്ന ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിലൊന്നാണ് ഈ മതപരിവർത്തന പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ അത്യന്തം സങ്കീർണമാക്കിയത് ഒരു സംശയമില്ലാതെ അടിവരയിട്ട് പറയാൻ കഴിയും കോൺഗ്രസ് സർക്കാരുകളാണ്. അതിൽ ഒരു സംശയമില്ലാതെ പറയേണ്ട കാര്യം തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത്. കാരണം ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ടല്ലോ. ഇതൊരു കേന്ദ്ര നിയമമല്ല. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന 29 സംസ്ഥാനങ്ങളാണല്ലോ. ആ 29 സംസ്ഥാനങ്ങൾ പോലും 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്നുള്ളൂ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തുടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. 1967 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ മതപരിവർത്തന നിരോധന നിയമം ഒറീസയാണല്ലോ പാസ്സാക്കുന്നത്. അതുമുതൽ തുടങ്ങുകയാണ്. പിറ്റേ വർഷമാണ് 68 ഇപ്പോൾ വിവാദമായിട്ട് ഛത്തീസ്ഗഡിന്റെ ഭാഗം, അന്ന് ഛത്തീസ്ഗഡ് മധ്യപ്രദേശായിരുന്നു. മധ്യപ്രദേശ് 1968 ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുന്നത്. പിന്നീട് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം ഉണ്ടാകുന്നത് 2006 2006 ആ സംസ്ഥാനം പുതിയ നിയമം കൊണ്ടുവരികയാണ്. എന്നാൽ 1978 അരുണാചൽ പ്രദേശ് ഈ നിയമം പാസ്സാക്കിയെങ്കിലും അന്ന് മുതൽ നാളിതുവരെ നടപ്പിലാക്കാൻ തയ്യാറായില്ല. തമിഴ്നാടാകട്ടെ 2002 ഈ നിയമം നടപ്പിലാക്കി, പക്ഷേ അവരത് പിന്നീട് റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേറൊരു കേസ് വന്നത് 1977 സുപ്രീം കോടതിയിൽ പ്രശസ്തമായ ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാനിസ്ലാവ് വേഴ്സസ് മധ്യപ്രദേശ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസിൽ സുപ്രീം കോടതി വ്യക്തമായി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ നിർബന്ധിതമായ മതപരിവർത്തനമാണ് കുറ്റകരമാവുന്നത്. സ്വമേധയുള്ള മതപരിവർത്തനം കുറ്റകരമേ അല്ല എന്ന് അസന്നിഗ്ധമായി വിധി പ്രസ്താവിച്ച ചരിത്രം നിലനിൽക്കുന്ന രാജ്യമായ ഇന്ത്യയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പറയുന്ന ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ 2 കന്യാസ്ത്രീമാർക്ക് സന്യാസ വസ്ത്രം സ്വീകരിച്ച് സന്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സഹോദരിമാർക്ക് നേരെ ഇത്തരത്തിൽ നീചമായ ആക്രമണം ഉണ്ടാകുന്നത്. അത് നാളെ ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും കോടതിയിൽ ഇതിന്റെ കസ്റ്റോഡിയൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പോലീസ്, അത് മറ്റൊരു കാര്യം. നമ്മുടെ മുണ്ടാടച്ചൻ ചേരുന്നുണ്ട്. ഫാദർ, ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സംഘം, ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ജയിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് കന്യാസ്ത്രീകളെ കാണാനായി. ഇപ്പോഴത്തെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഏത് തലത്തിലാണ്? ഒരു ഭയത്തോടു കൂടിയല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ഇവിടെ സമാധാനമായിട്ട് ശാന്തിയോടെ ഒരു മതസൗഹാർദ്ദതയിൽ ജീവിക്കുവാനായിട്ടുള്ള അതിനുള്ളൊരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എഴുതിയ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷത്തെ, ശക്തരായ ചില ന്യൂനപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്താനായിട്ട് പെടാപ്പാട് വിടുന്ന ചില പാർട്ടികളെല്ലാം ഒരുപക്ഷെ ഈ നോർത്ത് ഇന്ത്യയില് ഈ മിഷണറിമാരെന്ന് പറയുന്ന സിസ്റ്റേഴ്സും വൈദികരും അവര് വാസ്തവത്തിൽ യാതൊരു തരത്തിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല അവരവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം അവർ നടത്തുന്ന സേവനങ്ങൾ വിദ്യാഭ്യാസപരമായി അവരെ മുന്നേറ്റം അല്ലെങ്കിൽ ആതുര സേവന രംഗത്തൊക്കെ വളരെ ജീവിതം പണയപ്പെടുത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അത് കാണാനോ അത് കേൾക്കാനോ ചെവിയില്ലാത്ത ഭരണകർത്താക്കൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് അതൊരു വളം വെക്കലായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭയപ്പാട് വരുന്ന രീതിയിലാണ് കുറച്ചു നാളുകളായിട്ട് ക്രൈസ്തവർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ
ബജ്രംഗ് ദളാകട്ടെ, അതുപോലെ തന്നെ പല ഹിന്ദുത്വ പരിവേഷമുള്ള പോഷക സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണെന്ന് മാത്രമല്ല, ഒരു ഭരണഘടനയെ തകിടം മറിക്കുന്ന പ്രവൃത്തികളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സമാധാന അന്തരീക്ഷം എനിക്ക് തോന്നുന്നു ശ്രീമതി വൃന്ദ കാരാട്ടുമെല്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു മതേതര രാജ്യത്തിന്റെ also planning to meet the authorities here in Chhattisgarh, the Chief Minister or the Deputy Chief Minister. Actually, it is not happening not in the Chhattisgarh, any other, all the part of the country also. Yes, this is the part of the Hindutva agenda, to attack the minorities of this country, to destroy the constitution. This is part of the Hindutva agenda, and we are seeing it playing out here in Chhattisgarh. And therefore, we are all here to protest against it, because it is not the Christian community or the nuns only who are being attacked. It is the Constitution of India, and every citizen who believes in the Indian Constitution who is under attack today. Actually, BJP government is doing first FIR is not changed after the new very strong sections added in that FIR, including BNS 143 and the anti-conversion law. I think this has absolutely nothing to do with conversion. This is a complete and utter lie, a manufactured lie by the Bharatiya Janata Party. They are trying to arouse anger against those who are serving the people here. This is absolutely intolerable, and therefore we are demanding withdrawal of the FIR. Madam, have you seen the... MP, അതായത് ഇപ്പം വളരെ സീരിയസ് ആണ് വിഷയം. നേരത്തെയൊക്കെ UDF MPമാർ വന്നപ്പം BJPയുടെ പ്രതിനിധിനെ കണ്ടു, അവരെ കയറ്റിയില്ല, വലിയ പ്രശ്നമായി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെഷൻസ് ഇതാക്കുന്നു. ലോവർ കോർട്ടിൽ ബെയില് തള്ളി ഇനി സെഷൻസ് കോർട്ടിലേക്ക് പോവാണ് ചുരുക്കിയിട്ട്. അതെ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് അല്ല. ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരമായി ന്യൂനപക്ഷത്തിനെതിരെ, അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്ത്യൻസിനെതിരെ, കാത്തലിക് പ്രീസ്റ്റിനും നൺസിനും എതിരെയുള്ള അക്രമമാണ്, പീഡനമാണ് നടക്കുന്നത്. അവർക്ക് അവരുടെ റിലീജിയസ് സ്ട്രെസ് ഇട്ടുകൊണ്ട് പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്നു. ഭീഷണിപ്പെടുത്തുക, പീഡിപ്പിക്കുക, ഇതിന് ശേഷം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവുക. ഇത് ഈ മിഷണറിമാരൊക്കെ ഇന്നലെ വന്നു, അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു വർഷമല്ല, ഇത് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഈ പ്രദേശത്ത്, ഈ പറഞ്ഞ വളരെ വളരെ പുരോഗതിയില്ലാത്ത പ്രദേശത്ത് അവിടെ താമസിച്ച് സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മിഷണറിമാരാണ്. അവർക്ക് എതിരെയാണ് ഇങ്ങനെ. ജയചന്ദ്രൻ തുടരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, നേരത്തെ ഇവർക്ക് ജയിലിൽ കന്യാസ്ത്രീകളെ കാണുന്നതിനടക്കം അനുമതി നിഷേധിക്കും എന്നൊരു വാർത്തകൾ. मैम अगर आप पहले आ गए होते तो अगस्त की मुलाकात के टाइम में मुलाकात करवा देता सर. इट्स 1 मिनट सर, मे आई सर प्लीज अगर मुलाकात के टाइम पे आ गए होते അനുമതി ലഭിച്ചേക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 2 മണിക്ക് ശേഷം ഈ ജയിലിൽ അകത്തേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ ജയിലുള്ളവരെ കാണാനുള്ള പ്രവേശനം, അതുകൊണ്ട് ഒരു പക്ഷേ അനുമതി തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അതിന്റെ
बजे निकले, जो बताया 3 बजे निकले, अभी 1 घंटा का हम लोग आए हैं, तो अब सवाल कीजिए, ये ठीक नहीं है। 4 बजे मुलाकात का कोई रूल नहीं है, अभी मेरा 3 कोई बजे है और 4 बजे मैं वो पहले आ गए, वो पहले आ गए। पहले आए, पहले कहाँ आए? 3 बजे ही है ना। सर दिस इज नॉट पॉसिबल फॉर मी, सॉरी सर, सॉरी मैम प्लीज। पहले कहाँ आए? 3 बजे ही आए। मैम आप कल लेटर में प्रोसेस कर देता हूँ, कल आप आ जाइए 10 o'clock। कल तो आएंगे, लेकिन कल मैम की जब बात कल आएंगे नहीं तो है। फिर मैं मुलाकात के टाइम में मैं तो मेरी मुलाकात बात कराऊंगा, सुनिए। सेम जो मुलाकात यहाँ है वो तो आएंगे, सारे MPs जो है जी मैम, मेरे को कोई वो प्रॉब्लम तो कल वापस राज्यसभा में उनका सेशन है, उनको जाना पड़ेगा। लोकसभा और राज्यसभा चल रहा है, कल इनका राज्यसभा का सेशन है 11 बजे, वो पहुंच नहीं पाएंगे। तो राज्यसभा सेशन अटेंड करने के लिए इसलिए वो आज यहाँ आए हैं। पहले भी आपने दूसरे डेलीगेशन को 3 बजे का टाइम दिया, 4 बज रहा है। 3 बजे का टाइम नहीं दिया मैम मैंने। वो लिख ले 3 बजे, जो हमें पता है। हमारे पास कुछ सर कट ऑफ टाइम नहीं होता है, हमारे पास रजिस्ट्रेशन होता है। रजिस्ट्रेशन में मैंने उनसे फॉर्मल लेटर मांगा, मेरे पास वो 11 बजे आ गया। मैंने तो आप ये भी लेटर देख लीजिए। आई हैवंट गॉट, देखिए लेटर मैंने खुद दिया यहाँ पर आपका लेटर दिया, 2 लेटर दिया था, बोला कि अच्छा अगर आपने दिया भी तो आप टाइम बिफोर टाइम आप पहुंच जाते, मैं करवा दिया। नहीं, अलग बात नहीं है सर। देखिए 1 मिनट 1 मिनट आई विल स्पीक टू यू मैम प्लीज। What he is saying, he has given letter to me, but he has not come at time. That's the matter only. नहीं, पर उसमें लेटर आपने देखिए सर, एक्सक्यूज मी, Very thing is what is written in manual, what I am doing. रिसीविंग भी हो रहा है ना। नहीं रिसीव नहीं, उन्होंने कहा कि आ जाएंगे, ठीक है मिला देंगे। पॉसिबल ही नहीं है, आपने इसमें कुछ लिख के दिया नहीं मेरे को, यही नहीं है मेरे पास। मैं आपके आया Not possible for me ma'am, sorry ma'am। Just listen to me. First of all, the Rajya Sabha MPs have come to meet the nuns who are from their state. Please understand that. Number 1. Number 2, one of them is from his constituency. Thirdly, they have to report to the Rajya Sabha before 11 o'clock tomorrow. In other words, they have to be in Delhi to give the notice by 10 o'clock. For all these reasons, Mr. Rahim here had given an application to, उन्होंने एक application दिया आपको। वो application का टाइम और email में आप अपने कंप्यूटर को चेक कर लीजिए। इवन Ma'am. सारा नेम्स लिखे, सारा MPs का Ma'am, where नेम is the लिखे receiving? आपको दिया है। ये इन्होंने Where is आके कोई receiving ma'am? सुनिए आप, ऑलरेडी let me just Sir, finish. what is the time? This is a time 4 o'clock. You reached here, and this is not a time for meeting. I can give you tomorrow 10 o'clock. You come and I will make a आप meeting समझ possible. लीजिए, इनको कल राज्यसभा पेश होना है। Please, कैसे होगा? It is my humble request. आप अच्छा सिर्फ राज्यसभा MPs को अंदर जाने दीजिए, हम लोग नहीं जाएंगे। Ma'am, that's not possible. आप 2 जन को जाने दीजिए, हम लोग नहीं जाते हैं। इनकी कॉन्स्टिट्यूएंसी आप सुन I लीजिए। cannot go beyond the rules. आप एक मिनट, आप 1 मिनट समझ, हम लोग कोई नहीं जाएंगे। आप मिस्टर जोस के मानी को और मिस्टर रहीम या राधा कृष्ण को आप सिर्फ 2 जन MP को जाने दीजिए बस। Sorry, ma'am, this is not possible. Just a minute. This is Sorry, इनको तो ma'am. This is my राज्यसभा humble request. I am requesting. देखो, this is you please. This is the request you are made. Sir, what is the time you are meeting? see it? You have come at 4 The o'clock first and Yes, you are requesting. no, first of all, you said you didn't get the you didn't get the application. application. I haven't got. Now they are showing the application. I haven't got. Now they are showing the application in time. In the mail. Look, Check we are your being mail. polite with It you. is not our Ma'am, fault. I am na? very polite to you and I am all requesting you. Therefore, we are saying, we are being very, very polite to you. Being polite We are saying, this is the technical thing. It is not a question of. I am not we are not denying. saying you are not Ma'am, polite. please. What we are I saying. am not denying. You are now allowed 3 o'clock. Comrade, this is the screenshot. Ma'am, it's a 4 o'clock. Please. This is a screenshot that you have made. It's okay, but That is See, even The 3 first you o'clock is said beyond that the rule. second you didn't thing get what- the mail. नहीं, Now आप- you shifted your आपने goalpost. पहले कहा Sir, he- कि हमें one मिला, thing he also उनकी छोड़ told. दी। No, इनका why should I leave everything? देखिए, देखिए Sir, ना, why should I leave everything? आप देखिए, Yes. आप देखिए, आपका मेल मिला है, टाइम पे मिला है, ठीक है मैम। तब हाँ।
आपने पहले कहा नहीं मिला, टाइम पे नहीं मिला, ये साबित है। What is the time? ये 4 o'clock. साबित है। आप यहाँ Show me the time. Yeah, देखिए। now 4 o'clock. Then how can see? Sir, it's not possible, sir. If you can Actually, allow people at 3 o'clock, You are the then you custodian can of the allow jail, the 4 and o'clock. you can allow me. You can allow us. You can get the permission. ये क्या मिलने की परमिशन नहीं दे रहे? नहीं दे रहे। आइए इधर आइए So you can Sir, previously the MPs came. It was informed that the manual says up to 2 o'clock. But they came, they asked, requested. ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് വരണ്ടേ. വന്ന് നേരെ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്, സമയം ഒട്ടും പാഴാക്കാതെ. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ അവർ പറഞ്ഞ സമയം വൈകി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്നത്. എന്താ ഇപ്പൊ നിങ്ങൾ മെയിൽ അയച്ചത് കിട്ടിയിട്ടില്ല? കിട്ടി, ഇപ്പൊ ആരും കണ്ടല്ലോ, മെയിൽ അയച്ചത് കണ്ടല്ലോ. ഇത് ബോധപൂർവമായി തന്നെ ഇത് ബോധപൂർവം തന്നെയാണ്. you permitted to them. അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ വീണ്ടും ലെറ്ററാണ് എല്ലാ എംപിമാരുടെ പേരും ഞാൻ പിന്നെ സംസാരിക്കുക. എല്ലാ എംപിമാരുടെ പേരും കടുത്തുകൊണ്ട് അടുത്താണ് ആളുകൾ വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഫോണിൽ അത് വേറെ, പക്ഷേ ഫോണിൽ മെയിൽ അയച്ചതാണ്. ബൈ മെയിൽ ഓൾസോ വി ഹാവ് സെൻഡ്, ബൈ ഹാൻഡ് ഓൾസോ വി ഹാവ് ഗിവൺ. വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. സമയത്തിന്റെ പരിമിതി ഒന്നും പറഞ്ഞില്ല. I haven't objected anything. the channels were there, it was objected. They made a hue and cry and you allowed. What channels are copying? अच्छा, I don't know. आप देखिए, Because I haven't अभी आप टाइम वेस्ट करवा रहे हैं। आप 2 MP को अंदर जाने दीजिए बस। Not possible for me, ma'am. This is a very Okay, just one clarification. My humble request. Yeah, we'll listen. But my clarification. Initially you objected and you allowed. You can come and meet. Initially you objected is, then you allowed. I am denying because it's the evening, 4 o'clock, and we don't have any rule to make meeting in evening. So I am requesting them to come tomorrow by 10 o'clock to 2 o'clock. I will make that arrangement and So after 2 o'clock you don't allow. But how come you allowed today? For 10 to 2 o'clock is that if there is a registration system. But for MPs we are taking application and we are because they are representatives of the people. We are also. You cannot reject or deny that. By mail also we have sent, by hand also we have Ma'am, sent I the can application. reject. I can reject. You will refuse to do that. I can reject, You will refuse ma'am. to do that because you don't want us to meet the Ma'am, I am hands saying who are tomorrow inside. you come and I will make that arrangements. And this evening. You can allow others to, you can violate the rules for others, not rules for are us. violated because sorry, timing is the main issue. It's Then the how evening come you allowed other people or by They 3 have not o'clock? come at 4 o'clock. They have come Now, before at that. 3 o'clock and 4 o'clock, what is the great difference? What is the Yeah, big there is a difference? great difference as per manuals. Then Manual. you can violate the manual by allowing them to Whatever see the thing, them some at discussion 3. is with jail superintendent, and I am just requesting you. please, आपने sir. जानबूझकर हमें रोकर ये इतना बातचीत करके हमारा भी टाइम आपका भी टाइम बेकार है। मैं टाइम खराब नहीं करूँ. No. Ma'am, I am only humbling, requesting. So the manual says at 2 o'clock or 4 o'clock. നമുക്ക് എന്തായാലും നമ്മള് സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതായിരിക്കും ഇന്ന് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സിബിയാണ് ലൈവ് പോകുന്നുണ്ടോ? എന്നെ വിളിച്ചിട്ട് കണക്ട് എന്നെ വിളിച്ച് കണക്ട് ചെയ്തപ്പോൾ അവിടെ ചോദിച്ചത്. എന്നെ വിളിക്കുകയോ കണക്ട് ചെയ്തപ്പോൾ അവിടെ ചോദിച്ചത്.
എത്തിയപ്പോൾ 4 മണി കഴിഞ്ഞു എന്ന കാരണം പറഞ്ഞ് അവിടേക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. ജയിലിനുള്ളിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ കാണാനുള്ള അനുമതി ഇന്ന് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ജയിൽ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. ബൃന്ദ കാരാട്ട്, അതുപോലെ തന്നെ ആനി രാജ, എംപിമാരായ കെ രാധാകൃഷ്ണൻ, എ റഹീം, ജോസ് കെ മാണി, പി സുനീർ അടക്കമുള്ളവരാണ് ഈ സംഘത്തിൽ ഉള്ളത്. എംപിമാരെ പോലും അകത്തേക്ക് വിടാൻ കഴിയില്ല എന്നൊരു കർശന നിലപാടാണ് ഇപ്പോൾ ജയിൽ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. 3 മണിക്ക് എത്തണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ വിമാനത്തിൽ എത്തിയപ്പോഴേക്കും 4 മണി ആയി. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് കാണാൻ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ ജയിൽ അധികൃതർ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ബൃന്ദ കാരാട്ട് ജയിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ തൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. സിബി ചേരുകയാണ്. സിബി, ഇപ്പോൾ ഇന്ന് ജയിലിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കന്യാസ്ത്രീകളെ കാണാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ജയിൽ അധികൃതർ. ഷമി, തീർച്ചയായും ചില സാങ്കേതികമായ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ജയിലിൽ പോയി കന്യാസ്ത്രീകളെ കാണാനുള്ള അനുമതി ഇവിടെ എംപിമാരെയും അതുപോലെ തന്നെ LDF പ്രതിനിധി സംഘത്തെയും അങ്ങനെ ഒരു അനുമതി നിഷേധിക്കുകയാണ്. സ്വാഭാവികമായും ഈ സമയം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ കൃത്യമായി നേരത്തെ തന്നെ ഈ മെയിൽ മുഖേന ഇത്തരത്തിൽ പെർമിഷൻ ആവശ്യപ്പെടുകയും ആ പെർമിഷൻ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് കെ രാധാകൃഷ്ണൻ MP നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. ഇത് കൃത്യമായി നേരത്തെ ഈ പെർമിഷൻ അടക്കമെല്ലാം ചോദിച്ചതാണ്, കൃത്യമായി ലഭിക്കുകയും ചെയ്തതാണ്. നമ്മളെ കൃത്യമായിട്ട് തന്നെ രാവിലെ തന്നെ പെർമിഷൻ ആവശ്യപ്പെട്ടതാണ്. പെർമിഷൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സമയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പെർമിഷൻ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ 4 MPമാരാണ് വന്നിരിക്കുന്നത്, അല്ലാതെ കള്ളന്മാരല്ലോ. 4 MPമാർ വന്നിട്ട് പോലും ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന പിടിവാശിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഏത് ജയിലിലും അതിന്റെ സമയക്രമം പാലിക്കണം എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ MPമാർ ഇത്രയും ദൂരം വന്നിട്ട് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. നമുക്കറിയാം, ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീമാരാണ്. ഇപ്പോൾ ഒരു തീവ്രവാദികളെ പിടിച്ചിട്ട് പോലത്തെ ഒരു റായ്പൂരിൽ കന്യാസ്ത്രീകൾ, ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടതുപക്ഷ MPമാരടക്കമുള്ള സംഘത്തിന് ഇപ്പോൾ ജയിലിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ കഴിയില്ല. അവർക്ക് പ്രവേശനാനുമതി നിഷേധിച്ചിരിക്കുന്നു.